ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ കേരള പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും, അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോവുകയില്ല. പോവുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്. ടി പത്മനാഭൻ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ണ്, പ്രഭാതം, കാഴ്ച. എന്തിനെയാണ്? അതെ, കണ്ണിനെയാണല്ലേ. ആൻസർ എന്താണ്? കണ്ണ്. എനിക്ക് അവരെ വളരെ ഇഷ്ടമായിരുന്നു. ആരെയാണ് കൂട്ടുകാരെ? അതെ, ജാനമ്മ ടീച്ചറിനെ അല്ലേ. ആൻസർ ജാനമ്മ ടീച്ചറിനെ. ദെൻ ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്താണ് വിശ്വസിക്കാതിരുന്നത്? അതെ, ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നതല്ലേ. ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്. ദെൻ അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും എന്ന് ചിന്തിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അതെ, ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാലാണ്. ആൻസർ എന്താണ്? ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ. ദെൻ ഈ സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്താണ്? അതെ, സങ്കടമാണല്ലേ. ആൻസർ എന്താണ്? സങ്കടം. ദെൻ പ്രവർത്തനം 2, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. അറിയാനുള്ളത് എന്നൊരു കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. സാധ്യമെന്ത് എന്ന കവിതയിലെ വരികൾ ആസ്വദിച്ചതാണല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൽ എന്താണ്? പ്രധാന ആശയം, നമ്മൾ കവിതയുടെ പ്രധാന ആശയം എഴുതണം. അതുപോലെ തന്നെ തലക്കെട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടാകണം. ദെൻ സ്വന്തം നിലപാടിൽ ഊന്നിക്കൊണ്ട് കവിതയെ വിലയിരുത്തിയിട്ടുണ്ടാകണം. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ ആകാശം എന്ന് അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ്? അതെ, വാനമാണ്. ആൻസർ വാനം. ദെൻ പ്രവർത്തനം 3, വിശകലനക്കുറിപ്പ്. വിശകലനക്കുറിപ്പാണ്. എല്ലാ കിണറും വറ്റിയിരിക്കുന്നു, കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വച്ചിരിക്കുന്ന കടത്തുവള്ളത്തിൻ്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തല തിരുകിയിരുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട മണലിൻ്റെ മുനകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നു. ശാന്ത കടമനിട്ട. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു. മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ. NP മുഹമ്മദ്. കടമനിട്ട അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും LP മുഹമ്മദിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ B, മാതൃക പോലെ മാറ്റി എഴുതുക. മര പ്ലസ് പലക, മരപ്പലക. നമുക്ക് വെള്ളപ്പരപ്പ് എങ്ങനെ എഴുതാം? അതെ, വെള്ള അധികം പരപ്പ്, അതായത് വെള്ള പ്ലസ് പരപ്പാണ് വെള്ളപ്പരപ്പ്. ഓക്കെ, ദെൻ പ്രവർത്തനം 4, ഉപന്യാസം. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനുവേണ്ടിയുള്ള ആർഭാടവും ധൂർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഉപന്യാസത്തിൻ്റെ ഘടനയൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ്? തലക്കെട്ട്, ആമുഖം, വിശദാംശങ്ങൾ, ഖണ്ഡികാകരണം, ഉപസംഹാരം ഒക്കെ വേണം അല്ലേ. ദെൻ അനാചാരങ്ങൾ സമൂഹത്തിന് ഏൽപ്പിക്കുന്ന വിപത്ത് ശക്തമായി ചൂണ്ടിക്കാട്ടി എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉൾക്കൊണ്ട കാര്യങ്ങൾ ഉദാഹരണ സഹിതം വിവരിച്ചെഴുതണം. ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും വേണം. അതുപോലെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ പ്രവർത്തനം 5, വർണ്ണന.
സന്ധ്യയ്ക്ക് ആകാശത്ത് മേഘങ്ങൾ പല ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്ന് മോഹിച്ചിട്ടും പറന്നു മതിയാകാതെ പിന്നെയും ചുറ്റിപ്പറന്നു. കളിച്ചു മതിയാകാത്ത കുട്ടികളെപ്പോലെ ഇനി നിങ്ങൾ പോകൂ, ഇരുട്ടാകുന്നു എന്ന് കടൽ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ജനക്കൂട്ടം കടൽക്കരയിൽ തന്നെ തുടരുന്നു. സന്ധ്യാനേരത്തെ കടൽ തീരത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണിത്. ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിടവഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. ഒരുപാട് വർണ്ണനകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? അപ്പോൾ എന്തൊക്കെ വേണം? കാഴ്ചയുടെ സൗന്ദര്യത്തെ ഉചിതമായ വാക്കുകളിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ മുൻ അനുഭവങ്ങളുടെയും ഉദാഹരണങ്ങളെയും ഉൾക്കൊള്ളിച്ച് വർണ്ണന അനുഭവം സൃഷ്ടിക്കണം. ദെൻ കാഴ്ചയുടെ വിശദാംശങ്ങൾ ഭാവനാംശം കലർത്തി അവതരിപ്പിച്ചിട്ടുണ്ടാകണം. അപ്പം കൂട്ടുകാരെ വളരെ മനോഹരമായി വർണ്ണന തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതിൽ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം SK പൊറ്റക്കാട്ടിൻ്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? വിക്ടോറിയ വെള്ളച്ചാട്ടം ഏതാണ്? അതെ, കാപ്പിരികളുടെ നാട്ടിലാണല്ലേ. ആൻസർ എന്താണ്? കാപ്പിരികളുടെ നാട്ടിൽ. ദെൻ പ്രവർത്തനം 6 സംഭാഷണം. പുഴ എന്ന പാഠത്തിൽ കല്ലായി പുഴയെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. സ്കൂളിൽ നിന്നും പഠനയാത്ര പോയപ്പോൾ നിങ്ങൾ കല്ലായി പുഴയോട് കിന്നാരം പറഞ്ഞു. പുഴ തിരിച്ചും. നിങ്ങൾ പല വിശേഷങ്ങളും കൈമാറി. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം സങ്കല്പിച്ചെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞത് 5 സംഭാഷണമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.